കെ.പി.സി.സി പുനഃസംഘടനാ തർക്കത്തിൽ ഹൈക്കമാൻഡിന് മുന്നിലും പൊട്ടിത്തെറി. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രവർത്തന ശൈലിയിൽ എ.ഐ.സി.സിയോട് പരാതി പറഞ്ഞ് കേരളത്തിലെ നേതാക്കൾ. അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ച് കെ സുധാകരനും. അനൈക്യം പറഞ്ഞ് ശരിയാക്കിയാൽ തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്നും ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വെള്ളത്തിലാകുമെന്നും കെ സുധാകരന്റെ മുന്നറിയിപ്പ്. ഞങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു നേതാക്കന്മാരാണ് ഈ പാർട്ടികൾക്ക് അനൈക്യമുണ്ടാക്കുന്നത്. ആ അനൈക്യമുണ്ടാക്കുന്നത് നിർത്തിയാൽ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് ജയിച്ചു വരാൻ പറ്റും. ഇല്ലേ നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വിഷ്ണു തലവൂർ വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, കേരളത്തിൽ അടിയോടടി അത് ഹൈക്കമാൻഡിന്റെ മുന്നിലേക്കും പ്രതിഫലിക്കുകയാണ്. പരസ്യമായി കെ സുധാകരൻ നൽകുന്ന മുന്നറിയിപ്പ് എന്തൊക്കെയാണ്? അജിംഷാദ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം കേരളത്തിൽ വലിയ തലത്തിൽ നേതാക്കൾ തമ്മിൽ പ്രതിസന്ധി അല്ലെങ്കിൽ തർക്കം നിലനിന്ന സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഈ നേതാക്കളേക്ക് തന്നെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. പക്ഷേ ഹൈക്കമാൻഡിന് മുന്നിലും നേതാക്കൾ വലിയ പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കെ സുധാകരൻ അടക്കമുള്ളവർ അതൃപ്തി പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. സുധാകരൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് നേതാക്കൾ തമ്മിൽ വലിയ അനൈക്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നേതാക്കളുടെ ഈ അനൈക്യം ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിസന്ധിയായിരിക്കും. അതായത് തെരഞ്ഞെടുപ്പിൽ ഒരു വിജയത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്ന സാഹചര്യമാകും ഈ നേതാക്കൾ തമ്മിലുള്ള അനൈക്യം ഇങ്ങനെ തന്നെ തുടർന്ന് പോയി കഴിഞ്ഞാൽ എന്ന് തന്നെയാണ് സുധാകരൻ തുറന്നടിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ പ്രവർത്തന ശൈലിയും വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്ന നേതാക്കളൊക്കെ വിമർശനം ഉന്നയിക്കുന്നത്. നേതാക്കൾ തമ്മിൽ ഒരു കൂടിയാലോചന നടക്കുന്നില്ല. സണ്ണി ജോസഫും വി.ഡി. സതീശനും ഇത്തരത്തിൽ കൂടിയാലോചനകൾ നടത്തുന്നില്ല. മുതിർന്ന നേതാക്കളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. വയനാട് പുതിയ അധ്യക്ഷയെ നിയമിച്ച ആ ഒരു സാഹചര്യം പോലും കൂടിയാലോചിക്കാതെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നതടക്കമുള്ള വിമർശനമാണ് ഹൈക്കമാൻഡിന് മുന്നിലും നേതാക്കൾ ഉന്നയിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെയും ഒരു പ്രവർത്തന ശൈലി തന്നെയാണ്. ഇരു നേതാക്കളും മറ്റ് മുതിർന്ന നേതാക്കളോട് പോലും കൂടിയാലോചനകൾ നടത്താതെ ഒരു തന്നിഷ്ടപ്രകാരം തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊക്കെയാണ് വലിയ അതൃപ്തിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും കെ.പി.സി.സി പുനഃസംഘടനയിൽ വലിയ തർക്കങ്ങൾ തന്നെ നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്നു. അതിനിടയിലാണ് സുധാകരൻ ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ നേതാക്കൾ തമ്മിലുള്ള അനൈക്യം തുടർന്നു പോയി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം കോൺഗ്രസിന് നേരിടേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കെ സുധാകരൻ നൽകിയിട്ടുള്ളത്. അജിംഷാദ്.